നമസ്കാരം. എന്താണ് ബൈപോളാർ ഡിസോർഡർ അല്ലെങ്കിൽ മൂഡ് ഡിസോർഡർ? ഈ മേനിയ, ഡിപ്രഷൻ ഇതും ബൈപോളാർ ഡിസോർഡറായിട്ട് എന്താണ് സംബന്ധം? വ്യത്യാസമാണോ അല്ലെങ്കിൽ സെയിം ആണോ? ഇന്നത്തെ ചർച്ചാ വിഷയം ബൈപോളാർ ഡിസോർഡർ ആണ്. ബൈപോളാർ ഡിസോർഡർ എന്ന അസുഖത്തിന്റെ സീരീസിലെ ആദ്യത്തെ എപ്പിസോഡാണ് ഇത്. ബൈപോളാർ ഡിസോർഡറിന്റെ യഥാർത്ഥ പേര് ബൈപോളാർ എഫക്റ്റീവ് ഡിസോർഡർ എന്നാണ്. പക്ഷെ സാധാരണ ഭാഷയിൽ ഇതിനെ മൂഡ് ഡിസോർഡർ എന്ന് പറയും. ഇന്ത്യൻ ജനസംഖ്യയിൽ 0.3 മുതൽ 0.5% ആളുകൾ ഇടയിൽ കാണപ്പെടാറുണ്ട്. എന്താണ് ഈ ബൈപോളാർ ഡിസോർഡർ? ഒരു വാക്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു മൂഡിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് ബൈപോളാർ ഡിസോർഡർ. സോ അതിനർത്ഥം എനിക്ക് ഇടയ്ക്ക് ഒരു മൂഡിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ എനിക്ക് ബൈപോളാർ അസുഖം ഉണ്ട് എന്നാണ്? അല്ല. ബൈപോളാർ ഡിസോർഡറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബൈപോളാർ ഡിസോർഡറിൽ തുടർച്ചയായിട്ടും തീവ്രതയോടെയും മൂഡിന് മാറ്റങ്ങൾ ഉണ്ടാകും. അത് ദിവസങ്ങളോളം ആഴ്ചകളോളം തുടർച്ചയായി നിൽക്കും. അത് കൂടാണ്ട് തന്നെ അതിൻ്റെ കൂടെ മറ്റു ചില ലക്ഷണങ്ങളും കൂടി ചേർന്ന് ഉണ്ടാകാറുണ്ട്. ഇതിനാൽ നമ്മുടെ ദിനചര്യത്തിനെയും ബാധിക്കും. ഇത്രത്തോളം ലക്ഷണങ്ങൾ കൂടി ചേരുമ്പോൾ മാത്രമേ നമ്മൾ ഒരാൾക്ക് ബൈപോളാർ അസുഖം ഉണ്ട് എന്ന് നമ്മൾ പറയാറുള്ളൂ. സോ ഇതിനെ നമുക്ക് കുറച്ചും കൂടി വിശദീകരിച്ച് പരിശോധിച്ച് നോക്കാം. ബൈപോളാർ അസുഖത്തിൽ 2 തരം മൂഡ് സ്റ്റേറ്റ്സ് ആണ് പ്രധാനമായിട്ട് ഉള്ളത്. ഒന്നിനെ നമ്മൾ മേനിയ എന്ന് പറയുന്നു, അഥവാ ഉന്മാദാവസ്ഥ. മറ്റേതിനെ നമ്മൾ വിഷാദം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഡിപ്രഷൻ. സോ ഇതിനെ ഓരോന്നിനായിട്ട് നോക്കാം. മേനിയ അല്ലെങ്കിൽ ഉന്മാദാവസ്ഥ. ഈ അവസ്ഥയിൽ ഒരു വ്യക്തി ഒത്തിരി എനർജറ്റിക് ആയിട്ടുണ്ടാകും. ചിന്തകളെ സ്പീഡ് കൂടുതലായിരിക്കും, വർത്തമാനത്തിന്റെ സ്പീഡ് കൂടുതലായിരിക്കും, എല്ലാ കാര്യങ്ങളും വളരെയേറെ സ്പീഡിലൂടെയായിരിക്കും ചെയ്യുന്നത്. ദേഷ്യം കൂടുതലുണ്ടാകാം, സന്തോഷം കൂടുതലുണ്ടാകാം, പ്രാർത്ഥന കൂടുതലുണ്ടാകാം, കാശ് ചെലവാക്കുന്നത് അധികമാകാം, ഉറക്കത്തിന്റെ ആവശ്യം കുറയുന്നു, കുറേ കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്യുന്നു, ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം ഈ അവസ്ഥയിൽ. ഈ അവസ്ഥയിൽ ഈ വ്യക്തിയുടെ സാധാരണയുള്ള കണ്ടീഷനോട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒത്തിരി വ്യത്യാസം കാണാം പെരുമാറ്റത്തിൽ. ഈ അവസ്ഥയിൽ എന്താണ് പറയേണ്ടത്, പറയാൻ പാടാത്തതെന്ന് ചിലപ്പം ശ്രദ്ധയിൽപ്പെടില്ല. സാധാരണ പ്രവർത്തിക്കാത്ത രീതിയിൽ ആ വ്യക്തി വർത്താനം പറഞ്ഞേക്കാം, എല്ലാം പ്രവർത്തിച്ചേക്കാം. ഇതാണ് മേനിയ അഥവാ ഉന്മാദാവസ്ഥ ചുരുക്കത്തിൽ. പിന്നീടുള്ളതാണ് വിഷാദരോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ. ഡിപ്രഷൻ നേരെ തീർത്തും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതിൽ വർത്താനം കുറവായിരിക്കും, ഒന്നിനോടും ഒരു എനർജി ഇല്ലാത്ത മാതിരിയായിരിക്കാം, താല്പര്യമില്ല, എന്നെ കൊണ്ട് പറ്റില്ല, കഴിയില്ല എന്ന് തോന്നും, കരച്ചിൽ വരും, വിശപ്പുണ്ടാവില്ല, ആൾക്കാരോട് തീർത്തും ഇടപഴകാൻ തോന്നില്ല, എല്ലാ കാര്യവും ഒരു ഭാരമായിട്ട് അനുഭവപ്പെട്ടേക്കാം. ഇതെല്ലാം കൂടാണ്ട് തന്നെ ചിലവർക്ക് ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നുള്ള അനുഭവം ഉണ്ടാകാം. ചിലർ മരണത്തിനെ കുറിച്ച്, സൂയിസൈഡിനെ കുറിച്ചും വർത്താനം പറഞ്ഞേക്കാം. ഇതാണ് വിഷാദരോഗം. ഈ മേനിയയും ഡിപ്രഷനാണ് ബൈപോളാർ അസുഖത്തിന്റെ പ്രധാനമായിട്ടുള്ള 2 മൂഡ് അവസ്ഥകൾ. ഇത് രണ്ട് ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള അവസ്ഥകളാണ്. അതിനാലാണ് ഇതിനെ ബൈപോളാർ എന്ന് പറയുന്നത്. ബൈ എന്ന് ഉദ്ദേശിക്കുന്നത് 2, പോളർ ഉദ്ദേശിക്കുന്ന ഒരു പോളിന്റെ 2 അറ്റം. ഒരു ഉന്മാദാവസ്ഥ, മറ്റതൊരു വിഷാദമായിട്ടുള്ള അവസ്ഥ. ഈ 2 തരം ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള മൂഡ് അവസ്ഥകൾ ഉണ്ടാകുന്ന ഒരു അസുഖത്തിനെ ബൈപോളാർ അസുഖം എന്ന് പറയും. സോ ഈ 2 അവസ്ഥകൾ മാത്രമേ ഉള്ളൂ ബൈപോളാർ അല്ല. ഇതല്ലാണ്ട് തന്നെ മറ്റു ചില അവസ്ഥകൾ കൂടിയുണ്ട്. അതിൽ ഒന്ന് നമ്മൾ പറയാ ഹൈപ്പോമേനിയ എന്ന് പറയും. ഇതിൽ മേനിയ അല്ലെങ്കിൽ ഉന്മാദാവസ്ഥയുടെ അതേ ലക്ഷണങ്ങൾ ഉണ്ടാകാം, പക്ഷെ അതിന്റെ തീവ്രത കുറവായിരിക്കും, ലക്ഷണങ്ങളും കുറച്ച് കുറവായിരിക്കും. പിന്നെ വിഷാദ രോഗത്തിനെ തന്നെ 3ആയി വിഭജീകരിക്കാം. ഒരു മൈൽഡ് ഡിപ്രഷൻ, മോഡറേറ്റ് ഡിപ്രഷൻ, പിന്നെ സിവിയർ ഡിപ്രഷൻ എന്ന്. ഇത് ഈ 3ആയി വിഭജീകരിക്കുന്ന അസുഖത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടും അതിനാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ അനുസരിച്ചിട്ടുമാണ്. ഇതെല്ലാം കൂടാണ്ട് തന്നെ ഈ മൂഡിന്റെ അവസ്ഥയിൽ വേറെ ചില ലക്ഷണങ്ങൾ ഉണ്ടാകാം. അതിലൊന്നാണ് സൈക്കോട്ടിക് സിംറ്റംസ് എന്ന് പറയും. ഈ സൈക്കോട്ടിക് സിംറ്റംസ് അനുഭവപ്പെടുമ്പോൾ ചിലർക്ക് ഈ ഹാലുസിനേഷൻസ് മാതിരി ഉണ്ടാകാം. അതുകൂടാണ്ട് തന്നെ ചില ഡെലൂഷൻസ് എന്ന് വെച്ചാൽ തെറ്റായിട്ടുള്ള ചില വിശ്വാസങ്ങൾ അതിനെ അതിതീവ്രതയോടെ വിശ്വസിക്കുന്നു. ഇതിനെയാണ് ഡെലൂഷൻസ് എന്ന് പറയാ. അതും ഈ അവസ്ഥയിൽ ഉണ്ടായേക്കാം. ഇതെല്ലാം പോരാണ്ട് തന്നെ ഒരു മിക്സ്ഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേറെ അവസ്ഥയുണ്ട്. ഈ മിക്സ്ഡ് സ്റ്റേറ്റിൽ ഉന്മാദാവസ്ഥയുടെയും വിഷാദാവസ്ഥയുടെയും 2ന്റെയും ലക്ഷണങ്ങൾ ഉണ്ടാകാം.
ഇപ്പോൾ ചർച്ച ചെയ്ത അസുഖത്തിന്റെ പേരുകൾ അല്ലാണ്ട് തന്നെ ചില സമയങ്ങളിൽ ഡോക്ടർമാർ കുറച്ച് സ്പെസിഫിക് ആയിട്ട് ബൈപ്പോളാർ 1, ബൈപ്പോളാർ 2 എന്ന് ചിലപ്പം ഡയഗ്നോസ് ചെയ്തേക്കാം. ഈ ഇതിൽ ഉദ്ദേശിക്കുന്നത് ബൈപ്പോളാർ 1-ല് ഒരാൾക്ക് ഒരു ഉന്മാദാവസ്ഥയുടെ ഒരു എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ബൈപ്പോളാർ 1 എന്ന് പറയുന്നു. ഈ വ്യക്തിക്ക് ഹൈപ്പോമേനിയോ ഡിപ്രഷനോ പിന്നീട് ഉണ്ടായേക്കാം. പക്ഷെ ഒരു തവണ ഒരു ഉന്മാദാവസ്ഥ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബൈപ്പോളാർ 1 എന്നുള്ള ടൈപ്പ് അസുഖം എന്ന് പറയുന്നു. പിന്നീടുള്ളതാണ് ബൈപ്പോളാർ ടൈപ്പ് 2. ബൈപ്പോളാർ ടൈപ്പ് 2-ല് ഒരു വ്യക്തിക്ക് ഒരു വിഷാദ രോഗത്തിന്റെ അവസ്ഥയും കൂടാണ്ട് തന്നെ ഒരിക്കലെങ്കിലും ഒരു ഹൈപ്പോമേനിയന്റെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ബൈപ്പോളാർ ടൈപ്പ് 2 ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ബൈപ്പോളാർ ടൈപ്പ് 2 ഉള്ള വ്യക്തികളിൽ അധികവും ഡിപ്രഷനാണ് അധികവും കാണപ്പെടുക. അതുകൂടാണ്ട് തന്നെ ഇടയ്ക്ക് ഈ ഹൈപ്പോമേനിയയുടെ അവസ്ഥയും ഉണ്ടാകാം. പിന്നീടുള്ള ഒരു ടൈപ്പാണ് സൈക്ലോതൈമിയ എന്ന് പറയും. ഈ സൈക്ലോതൈമിയയിൽ ഉന്മാദാവസ്ഥയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകാം, വിഷാദാവസ്ഥയുടെയും ലക്ഷണങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഉണ്ടാവുന്ന ലക്ഷണങ്ങളുടെ തീവ്രത അത്രമാത്രം ശക്തമല്ല പൂർണ്ണമായ ഒരു വിഷാദ രോഗമോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഉന്മാദ രോഗം വന്നിട്ടുണ്ടെന്ന് പറയാം. ഈ മാറി മാറി വരുന്ന ഈ മൂടിന്റെ അവസ്ഥയെ സൈക്ലോതൈമിയ എന്ന് പറയാറുണ്ട്. സോ എങ്ങനെയാണ് ഈ ബൈപ്പോളാർ അസുഖം വരുന്നത്, ഇതിനെ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുക, ഇതിനെ എങ്ങനെയാണ് ചികിത്സിക്കുക, ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി ഞാൻ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.